ദാറ്റ് വാസ് എ സ്ട്രഗിൾ. 80 mg, അതായത് 8-10 ഗുളിക ഞാൻ കഴിക്കുമായിരുന്നു ഒരു ദിവസം. ആൽക്കഹോൾ എന്നും കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, പക്ഷെ ആൾക്കാർ പറയുന്നത് ഞാൻ ഫുൾ ആൽക്കഹോളിക് ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കള്ളു കുടിക്കുന്നുള്ളത് സത്യമായിരുന്നു. ദാറ്റ് ഡേ ഐ വാസ് നോട്ട് ഡ്രങ്ക്. പക്ഷെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊരു വീഡിയോ ആണ്. ദാറ്റ്സ് ഓക്കെ. വെല്ലൂരിൽ നിന്നപ്പോൾ ഞാനായിരുന്നു ഒരു പേഷ്യൻ്റ് അല്ലായിരുന്നത്, ഒരു മെൻ്റൽ പേഷ്യൻ്റ് ഒന്നും അല്ല ഞാൻ. ഐ വോണ്ട് ടു റെഡ്യൂസ് എവറിത്തിങ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ഐ ഡോണ്ട് ഹാവ്. ഇപ്പോൾ ബേസിലൂടെ അഭിനയിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, വിനീത് ശ്രീനിവാസനോട് അഭിനയിക്കണം ചോദിച്ചാൽ ഞാൻ പറയും. അവർ ന്യൂജനുമാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനത്തെ 2 പേരുകൾ എനിക്ക് വരുന്നുള്ളൂ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മോളുണ്ടായിരുന്നു. മോള് 1.5 മാസം അവിടെ ബൈസ്റ്റാൻഡർ ആവശ്യമാണ്. അപ്പോൾ മോള് നിന്നു. ഷീ ഈസ് വെരി ലവിങ്. അതൊക്കെയാണ്. പക്ഷേ സമയമില്ല എന്നുള്ളതാണ് ആർക്കും. അമ്മയ്ക്ക് ഏജ്ഡായി, അച്ഛനില്ല, ചേട്ടന് സമയമില്ല, മോക്ക് സമയമില്ല, എല്ലാവർക്കും അവരവരെ കാര്യങ്ങളാണല്ലോ. സോ തിങ് ഇസ് ലൈക്ക്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല കേട്ടോ, അങ്ങനെ ഒരു ഐ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്. വളരെ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. അത് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നെയാണ്. ബിക്കോസ് ഞാൻ ഈ പലരെയും വിളിച്ച് കരയുമായിരുന്നു. സോ ആർക്കും ഒരു ബേർഡൻ ആക്കാൻ ഇഷ്ടമല്ലല്ലോ ആരെയും. ഒരു നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന അല്ല, എപ്പോഴും അല്ലേ സംഭവിക്കുന്നത് കേട്ടോ, വൺസിന് വൈലാണ് സംഭവിക്കുന്നത്. പക്ഷെ ആർക്കും അങ്ങനെ ഒരു സങ്കടം കേട്ടിരിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. എല്ലാവർക്കും അവരുടെ ലൈഫിൽ പോസിറ്റീവ് കേൾക്കാനാണ് ഇഷ്ടം. അങ്ങനെയായിരിക്കും എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് ലൂസായത്. ബട്ട് നൗ ഐ റിയലൈസ്. സോ നൗ ഐ എം ഇൻ ടു മൈ ഓൺ സോൺ, ലൈക്ക് വെരി കംഫർട്ടബിൾ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ദ ബേസിക് നീഡ് ഇസ് മണി. ബേസിക് ഏതൊരു മനുഷ്യനും പൈസ ഇല്ലെന്ന് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഒരു ബേസിക് ആയിട്ടൊരു ലൈഫ്, ഒരു കഞ്ഞി കുടിച്ച് കഴിയാമെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ, നമുക്ക് എവിടെയെങ്കിലും പോയി താമസിക്കാം. ഇപ്പം അമ്പലത്തിൻ്റെ നടയിൽ പോയി താമസിക്കാം എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. നമുക്ക് ഏതെങ്കിലും ഒരു ഹിമാലയത്തിലോ പോയി താമസിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ബേസിക് നീഡ്സ് എന്നൊരു സംഭവമുണ്ട്, അതിന് പൈസ തന്നെ വേണം. സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹെൽത്ത് നോക്കാൻ നമുക്ക് പൈസ വേണം. ആ ഒരു ബേസിക് പൈസ മതി എന്നാണ് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നൗ വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി എന്തും ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം വെപ്രാളമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മുമ്പൊക്കെ എനിക്കത് ഉണ്ടായിരുന്നത്. ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഈ ആങ്സൈറ്റി എനിക്ക് കുറഞ്ഞിരുന്നത്. മരുന്ന് നിർത്തിയപ്പോഴത്തേക്ക് ഐ നോ ഇറ്റ്, ലൈക്ക് ഐ എം വെരി ഭയങ്കര ആങ്സൈറ്റിയാണ് എനിക്ക്. ഭയങ്കര ഡിപ്രഷനിലേക്കും പോകും. ബിക്കോസ് നൗ ഐ കാൻ ടേക്ക് ദ ടാബ്ലറ്റ്സ് ഓൾസോ. ഈ കറക്റ്റ് ടാബ്ലറ്റ്സേ ഉള്ളൂ. സോ അത് കടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഡിപ്രഷൻ്റെയും ആങ്സൈറ്റിയുടെയും ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഞാൻ കടന്നുപോയി. ഇപ്പം എനിക്ക് ആങ്സൈറ്റി ഇല്ല, ഡിപ്രഷനും ഇല്ല. സോ ഐ ക്യാൻ ഫേസ് ലൈഫ് ഹൗ ലൈക്ക് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ. ബട്ട് ദ ബേസിക് നീഡ് ഐ നീഡ്, ലൈക്ക് വാട്ട് ഐ നീഡ് ഇസ് കുറച്ച് പൈസ, അത് വേണം. സോ ഫോർ ദാറ്റ് ഐ എം വർക്കിംഗ്. പക്ഷേ നമുക്ക് സമാധാനവും സന്തോഷവും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഫേസ് ചെയ്തത് ഒന്നും നടക്കില്ല ലൈഫിൽ. ഓവർ തിങ്കിങ്, അതാണ് വേറൊരു പ്രോബ്ലം. നമുക്ക് ഒരു രാത്രി മൊത്തം പ്ലാൻ ചെയ്യും, ഉറങ്ങാതെ പ്ലാൻ ചെയ്യും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡു ദാറ്റ്. അടുത്ത ദിവസം രാവിലെ ഇന്നത് ചെയ്തു, അതാണ്. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് ആരുടെയെങ്കിലും മരണമായിരിക്കും. ആ ഡേ അതിന് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ ഒന്നും നടക്കില്ല. സോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ലൈഫിനെ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല എന്നും. പിന്നെ വളരെ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ടെൻഷനിലും ഞാനത് അനുഭവിച്ചതാണ്. വി കാൺ ഡു എനിത്തിങ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലൈഫിൽ. നമ്മളിങ്ങനെ ഇരിക്കും സ്റ്റക്കായി. സോ ദാറ്റ്സ് ഓൾ വാട്ട് ഐ ലേൺഡ്. സോ നൗ ഐ എം ചേഞ്ച്ഡ് എ ലോട്ട്. നൗ ഐ അറ്റൻഡ് ഫങ്ഷൻസ്. ഐ ട്രൈ ടു അറ്റൻഡ് ഫങ്ഷൻസ്. ഒന്നിനും മടി കാണിക്കാതിരിക്കാൻ ഞാൻ എന്നെ പുഷ് ചെയ്യും. നോ, ഐ ഹാവ് ടു ഗോ. ലൈക്ക് അറ്റ്ലീസ്റ്റ് സീ പീപ്പിൾ, ലിവ് യുവർ ലൈഫ്. ഞാനിത് ഫേസ് ചെയ്തു, 2 സീഷർ ഫേസ് ചെയ്തപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ബോധം കിട്ടി വീണത്. സോ ദാറ്റ്സ് ഇറ്റ്. ലൈഫ് ഇസ് ലൈക്ക് കുഞ്ഞല്ലേ, അതങ്ങ് എപ്പോൾ വേണമെങ്കിലും തീരും. സോ നൗ ഐ റിയലൈസ് ഐ ഹാവ് ടു ഫേസ് എവ്രി വൺ. ഐ ഹാവ് ടു ട്രാവൽ, ഡു തിങ്സ്. അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിലും ഭയങ്കര ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോളോ ട്രാവൽ.
എൻ്റെ ആകെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളത് മോളാണ് എല്ലാ സ്ഥലത്തും. മോളുടെ കല്യാണത്തിന് ശേഷം മോളും ഇല്ല. ഐ ലവ് ടു ട്രാവൽ. ഞാൻ കുറേ സ്ഥലങ്ങൾ പോയി കഴിഞ്ഞു. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ലൈക്ക് ഐ ഡോണ്ട് നോ, ലൈക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ സ്ഥലം എന്ന് പറയുന്നത് അട്ടപ്പാടിയാണ്. അവിടെ ഒരു ആശ്രമമുണ്ട്. ഐ വിസിറ്റ് ലൈക്ക് വൺസ് ഇൻ 2 months. ലൈക്ക് ഞാൻ അവിടെ പോയി ഒരു 10 ദിവസം താമസിക്കും. ഇവിടുത്തെ സ്ഥലങ്ങളിൽ ഇപ്പം എല്ലാവരും മൂന്നാർ, കൊടൈക്കനാൽ എന്നൊക്കെ പറയും, ബട്ട് ഐ ലവ് അട്ടപ്പാടിയിലെ ആ ഒരു ആശ്രമത്തിൽ പോയി താമസിക്കാൻ. പുറത്ത് ഓൾമോസ്റ്റ് എവറി പ്ലേസസ് ഐ ഹവ് ട്രാവൽ. ഒറ്റയ്ക്കാണ് പോയിട്ടുള്ളത്? മോളിലൂടെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂറോപ്പ് മൊത്തം കണ്ടത് മോളിലൂടെ. ഷി വാസ് സ്റ്റഡിങ് ദെയർ. എൻ്റെ ട്രാവലിംഗ് പാർട്ട്ണർ മോള് തന്നെ ആയിരുന്നു. നൗ ഐ ലവ് ടു ട്രാവൽ. റീസെന്റ് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ, ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ നൈനിറ്റാളിൽ പോയി 3 മാസം മുമ്പേ. സോ ദാറ്റ്സ് മൈ ലാസ്റ്റ് ട്രിപ്പ്. ഐ വോണ്ട് ടു ഗോ ടു നേപ്പാൾ ഞാൻ പോയിട്ടില്ല. സോ ദാറ്റ് ഐ ഓൾവേസ് പ്ലാൻ. എൻ്റെ ട്രിപ്സ് ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്. ഐ ലവ് ട്രാവലിംഗ്. ചേച്ചി ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ഈ ഇഷ്യൂ വന്ന സമയത്താണ് ഡോക്ടറെ കണ്ടതും മെഡിസിൻസ് മുഴുവൻ എടുത്ത് ചെക്ക് ചെയ്ത് അവരതൊന്ന് സെറ്റ് ചെയ്ത് തന്നതും എന്നൊക്കെ. അപ്പോൾ ആ സമയത്തുള്ള മെയിൻ ഹീലിംഗ് പ്രോസസ്സ് എന്തൊക്കെയായിരുന്നു? ദാറ്റ് വാസ് എ സ്ട്രഗിൾ. കാര്യം ഒരു 80 mg, അതായത് 8-10 ഗുളിക ഞാൻ കഴിക്കുമായിരുന്നു ഒരു ദിവസവും. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ ദാറ്റ്സ് എ ട്രൂത്ത്. എൻ്റെ എഴുതിയ ഡയറിയിൽ പോലും ഉണ്ട്. അപ്പോൾ ഡോക്ടറിനെ ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിപ്പം ഒരു ഒക്ടോബറിലാണ് ഇത് വന്നെങ്കിൽ ഫെബ്രുവരിയിലാണ് ഞാൻ അഡ്മിറ്റ് ആയത് വെല്ലൂരിൽ. അത്രയും നാളും എന്നും കഴിക്കുന്ന മരുന്ന് എഴുതാൻ പറഞ്ഞു. സോ ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. സോ ഐ വാസ് ലൈക്ക്, ഞാൻ ഇന്നെടുത്ത് നോക്കി, ഐ വാസ് ടേക്കിംഗ് 90 to 100 അത്രയൊക്കെ എടുക്കുമായിരുന്നു, 10 ടാബ്ലറ്റൊക്കെ ഒരു ദിവസം. നോബഡി ക്യാൻ ഇവൻ ഇമാജിൻ. ഡോക്ടർ അന്തം വിട്ടുപോയി. സോ അവിടെ നിന്ന് ഞാനിപ്പം 10ലാണ് നിൽക്കുന്നത്, ഒരു ടാബ്ലറ്റിൽ. സോ അതൊരു ഇറങ്ങി ഓട്ടവും ബഹളവും ഉറക്കമില്ലായ്മയും. 14 ദിവസം ഞാൻ വെല്ലൂരിൽ ഉറങ്ങിയിട്ടില്ല. വാസ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ്. മരുന്ന് അവരിങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. അതൊരു അപ്പം മേ ബി മൈ വിൽ പവർ. എൻ്റെ വിൽ പവർ തന്നെയാണ് ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു മീ. പിന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ മോക്കും അതിന് തിരിച്ചു വരാൻ ഇറ്റ്സ് അഡിക്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു കാപ്പി ആണെങ്കിലോ ചായ ആണെങ്കിലോ കള്ളാണെങ്കിലോ സ്മോക്കാണെങ്കിലോ, ലൈക്ക് വാട്ട് എവർ അഡിക്ഷൻ ഇസ് എൻ അഡിക്ഷൻ. അഡിക്ഷനിൽ നിന്ന് പുറത്ത് വരാൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി കിടന്നാലും തിരിച്ച് മറ്റേതിലേക്ക് തന്നെ പോകും. ബട്ട് ദാറ്റ്സ് അബൌട്ട് വിൽ പവർ. വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു വിൽ പവർ. സോ ഐ ടുക്ക് ദ ഡിസിഷൻ, വേണ്ട. സോ അത് വല്ലാത്തൊരു സ്ട്രഗിളായിരുന്നു. ലൈക്ക് എന്നെക്കാട്ടിലും സ്ട്രഗിൾ ചെയ്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. ബിക്കോസ് വെല്ലൂരിൽ നിന്നപ്പോൾ ഞാനായിരുന്നു ഒരു പേഷ്യൻ്റ് അല്ലായിരുന്നത്, ഒരു മെൻ്റൽ പേഷ്യൻ്റ് ഒന്നും അല്ല ഞാൻ. ഐ വോണ്ട് ടു റെഡ്യൂസ് എവറിത്തിങ്. പക്ഷെ ബാക്കി എല്ലാവരും മെൻ്റൽ പേഷ്യൻസ് ആയിരുന്നു, പലതരം പേരുകളിലുള്ള. ഞാൻ ഇവരുടെ ഇത്രയും 13-14 ആൾക്കാരുടെ റൂംസാണ് ചുറ്റും. അപ്പം ഐ വാസ് സീയിങ് ലൈക്ക്, എന്ത് ഭഗവാനെ, ലൈക്ക് ഐ വാസ് സീയിങ് കൃഷ്ണ, ലൈക്ക് ഇത് ഇത്രയും പേരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ. അപ്പോൾ എനിക്ക് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കും. ബിക്കോസ് എത്ര പേരാണ് ബൈസ്റ്റാൻഡേഴ്സ് എന്ന് കരയുന്നത്, എന്തെല്ലാം അസുഖങ്ങൾ ശരിക്കും ഉള്ളത്. അപ്പം ഞാനൊക്കെ ചുമ്മാ മരുന്നെടുത്ത് കഴിച്ച് അസുഖം ഉണ്ടാക്കി. സോ അവിടെ നിന്നാണ് റിയലൈസേഷൻ വന്നത്, എത്ര സ്ട്രഗിൾ ചെയ്താലും ഇതിന് പുറത്തിറങ്ങണം എന്ന്. ബിക്കോസ് ഐ എം നോട്ട് എ പേഷ്യൻറ്റ്, ഐ മെയ്ഡ് മൈസെൽഫ് എ പേഷ്യൻറ്റ്. തോന്നും പോലെ നടന്ന്. സോ ദെയർ ഐ ടുക്ക് എ ഡിസിഷൻ, നോ മോർ മെഡിസിൻസ്, നോ മോർ ആൽക്കഹോൾ. വേണ്ട, ഇതൊന്നും വേണ്ട. അല്ലാതെ സന്തോഷം കണ്ടെത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നും. ഐ റീഡ്, ഞാൻ വായിക്കും. അമ്മ ഭയങ്കര ഒരു വായനക്കാരിയാണ്, അപ്പം ഒത്തിരി നോവൽസ് ഉണ്ട്. പിന്നെ സാധാരണ മലയാളം നോവൽസ്. ഐ എം നോട്ട് ഇൻ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് ഓൾ. കാര്യം പണ്ടേ അതൊന്നും ഇംഗ്ലീഷ് സിനിമ പോലും കാണിച്ചു തന്നിട്ടില്ല അമ്മയൊന്നും. മലയാളം നോവൽസാണ് വീട്ടിലുള്ളത്. മലയാളം നോവൽസ് വായിക്കും. എൻ്റെ സ്റ്റിച്ച്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഒരു സ്കാർലറ്റ് എന്ന് പറഞ്ഞൊരു എൻ്റെ ബ്രാൻഡ് ഉണ്ട്. ചേച്ചി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചേച്ചി സ്റ്റിച്ച് ചെയ്തതാണ്, ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ദ തിങ് ഈസ് ലൈക്ക്, എനിക്ക് യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ബുട്ടീക്ക് ഉണ്ടായിരുന്നെങ്കിലും നൗ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്. സോ മൈ ടൈം പാസ് ഇസ് ലൈക്ക് വാട്ട് ഐ ഫീൽ കംഫർട്ടബിൾ, ഐ ഫീൽ ഹാപ്പി ഇസ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, വായിക്കുക, കുറച്ച് സിനിമകൾ കാണുക. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ട്രാവൽ ചെയ്യും. ഞാൻ ഇപ്പം അട്ടപ്പാടി പോയിട്ട് വന്നതേ ഉള്ളൂ. ഐ വാസ് ദെയർ ഫോർ 1 week. സോ ചേച്ചി, ഞാൻ ആലോചിക്കായിരുന്നേ, ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും മെഡിക്കൽ ഇഷ്യൂസ് പറയുന്ന സമയത്തും ആ സമയത്തൊക്കെ ചേച്ചി അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലേ? ദാറ്റ്സ് എ ഫാക്ട്. ഞാനും ആലോചിക്കാറുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, ഇനി വേണം ശരിക്കും അഭിനയിക്കാമെന്ന്. കാര്യം ഈ മരുന്നിൻ്റെ ഇടയിൽ
ആൽക്കഹോൾ എന്നും കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ആൾക്കാർ പറയുന്നത് ഞാൻ ഫുൾ ആൽക്കഹോളിക് ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കള്ളു കുടിക്കുന്നുള്ളത് സത്യമായിരുന്നു. പക്ഷേ ആരെയും ഉപദ്രവിക്കാതെ ചെയ്യുന്ന സംഭവത്തിനിടയിൽ ദ തിങ് ഇസ് ലൈക്ക് ഐ വാസ് സോ പാഷനേറ്റ് അബൌട്ട് മൂവീസ്. അപ്പം ഞാൻ അതിനു വേണ്ടി ഇപ്പം ലൈക്ക് രാവിലെ 4 മണിക്കാണെങ്കിൽ എഴുന്നേക്കും. ഇപ്പോഴും അങ്ങനെയാണ്, പണ്ടും അങ്ങനെയായിരുന്നു. അഭിനയിക്കാനാണ് ഉണ്ടെങ്കിൽ, അതായത് അടുത്ത ദിവസം ഷൂട്ടെന്ന് പറഞ്ഞാൽ ഐ ബി വെൽ പ്രിപ്പയർഡ്. ഞാൻ അതിന് പോകും. ഞാൻ അതിനു വേണ്ടി ഒരു ഷൂട്ട് പോലും ഞാൻ കാരണം മാറിയിട്ടില്ല. എൻ്റെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ ആൽക്കഹോൾ കൊണ്ടോ ഷൂട്ടൊന്നും മാറിയിട്ടില്ല. ബിക്കോസ് സെറ്റിലും ഞാൻ അങ്ങനെ ഒരു, പിന്നെ ഈ ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും. സോ അതൊക്കെ ആയിരിക്കും എനിക്ക് ഒരുപാട് നല്ല റോൾസ് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെ ആവണം എന്നില്ല. ബട്ട് ഐ ഫീൽ ദാറ്റ് കുറച്ചും കൂടെ ഞാൻ ഒരു അവെയർനെസ് കൊടുത്തായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് ഗോട്ട് മോർ റോൾസ്. ലൈക്ക് അവരൊക്കെ വിചാരിച്ചത് ഞാൻ വലിയ ഫോക്കസ്ഡ് അല്ലെന്നാണ്. ആക്ച്വലി ഐ വാസ് ഫോക്കസ്. പക്ഷേ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്കറിയില്ലല്ലോ, ആൾക്കാർക്കെല്ലാം മനസ്സിലായി കാണും. സോ മേ ബി അതുകൊണ്ടായിരിക്കും. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് ഞാൻ കുറേ സിനിമകൾ ചെയ്തു. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഹാവ് ടു എക്സ്പ്ലോർ എ ലോട്ട്. എനിക്ക് ഒരുപാട് ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാൻ കാര്യം ഐ എം ഔട്ട് ഓഫ് മൈ മെഡിക്കേഷൻസ്. ഫസ്റ്റ് തിങ്, ആൽക്കഹോൾ വാസ് സെക്കൻഡറി. പക്ഷെ മെഡിക്കേഷൻസ് ഞാൻ പറയില്ലേ, ഈ 100 mg ഒക്കെ കഴിക്കുന്നു പറഞ്ഞാൽ ഇറ്റ് വാസ് ടു മച്ച്. ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അല്ല, അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ദേവി എന്നൊരു വീഡിയോ ചെയ്തത്. കാര്യം ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പം ഞാൻ ആലോചിക്കും, നമ്മളിപ്പോൾ വെറുതെ ഒരു പനി വന്നാലേ ഫസ്റ്റ് എടുത്ത് കഴിക്കുക ഡോളോ 650 ആയിരിക്കും. ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ. ഞാൻ അതാ ചെയ്യാം, മിക്കപ്പോഴും അങ്ങനെ ചെയ്യാം. അപ്പം ഈ ഡോളോ പോയിട്ട് ഞാനിപ്പം അസിഡിറ്റിയുടെ മരുന്ന് വരെ നിർത്തി. ബിക്കോസ് ലൈക്ക് ഇത് എനിക്ക് മരുന്ന് പേടിയായി. ഇപ്പം മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഞാൻ 27 വർഷം മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആലോചിക്കുമ്പം പോലും സോ സ്കെയർഡ്. ബിക്കോസ് ഇതൊരു ഡോക്ടർ പറഞ്ഞത് ജെനറ്റിക്കൽ പ്രോബ്ലം കൂടെയാണെന്ന് പറഞ്ഞു. ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ ജെനറ്റിക്കൽ പ്രോബ്ലം കൂടെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. മേ ബി എൻ്റെ അമ്മയ്ക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നിരിക്കും. അതിൻ്റെ ചെറിയ ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ നോട്ട് ദിസ് മച്ച്. അപ്പം ഇതൊരു ആങ്സൈറ്റി ജെനറ്റിക്കലി ഉണ്ടാവുന്നതായിരിക്കും പലർക്കും. ഇപ്പോൾ കുട്ടികൾ വരെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, മീൻസ് സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഇപ്പൊ തെറാപ്പീസ് എടുക്കുന്നുണ്ട് എല്ലാവരും. തെറാപ്പി ഈസ് ഗുഡ്, തെറാപ്പി ഈസ് നൈസ്. ദ ബെസ്റ്റ് തിങ് ഇസ് ഡു എ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി. കാര്യം മരുന്ന് കഴിച്ചാൽ യു വിൽ ഗെറ്റ് അഡിക്റ്റഡ്. കാര്യം ഒരു ഉറങ്ങാനൊരു ഗുളിക കഴിച്ചു തുടങ്ങിയാൽ യു വിൽ ആ ഒരു കിക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ അങ്ങനെ ഉറങ്ങാനേ തോന്നുള്ളൂ. ദാറ്റ്സ് നോട്ട് നമ്മുടെ ആരുടെയും മിസ്റ്റേക്ക് അല്ല, ദാറ്റ്സ് ഹ്യൂമൻ ബോഡിയുടെ ഒരു ടെൻഡൻസി അതെടുക്കാനുള്ള. ഇറ്റ്സ് ലൈക്ക് കാപ്പിയും ചായയും പോലെയൊക്കെ തന്നെയാണ്. നമുക്കത് വേണം എന്നൊരു ക്രേവിങ് വരുമ്പോൾ അതുണ്ടല്ലോ എന്നെടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചാണ് ഞാനിങ്ങനെ ആയത്. സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് മെഡിസിൻസ്. ഐ വിൽ സേ ലൈക്ക് കഴിക്കേണ്ടത് കഴിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ പ്രഷർ, ഷുഗർ ഇതൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. ബട്ട് വിത്ത് ലോട്ട് ഓഫ് അതർ തിങ്സ്, ഗെറ്റിംഗ് എൻഗേജ്ഡ് ഇൻ അതർ തിങ്സ് ഓർ ഇറ്റ്സ് നോട്ട് ഈസി. വളരെ പാടാണ്. ഈ പറയാനൊക്കെ ചുമ്മാ ഞാൻ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാര്യം 10 ദിവസം ഞാൻ വിചാരിക്കും ഓക്കെ ഞാൻ ഭയങ്കര സംഭവമായിട്ട് മാറുകയാണെന്ന്. പക്ഷെ 11-ാം ദിവസം ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. കാര്യം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മരുന്ന് കഴിക്കാതാവുമ്പോൾ, അല്ലെങ്കിൽ പലതും നിർത്താൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ക്രേവിങ്, ഈ എന്താണ് അത് ക്രേവിങ് തന്നെയാണ്. ലൈക്ക് അത് വീണ്ടും വരും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ദിവസം കടന്നു കിട്ടാൻ, ചിലപ്പോൾ ആ ഒരു ദിവസം കടന്നു കിട്ടിയാൽ നമ്മൾ പിന്നെയും മുമ്പോട്ട് പോകും. പക്ഷെ ആ ദിവസം നമ്മളത് ബ്രേക്ക് ചെയ്താൽ, എനിക്ക് അവൈലബിൾ ആണ് മരുന്ന്, ആൽക്കഹോൾ അവൈലബിൾ ആണ്, എവറിത്തിങ് ഇസ് അവൈലബിൾ, ഐ എം നോട്ട് എ കിഡ്, എനിക്ക് എവിടെ പോയാലും എന്തും കിട്ടും. സോ ഇഫ് ഐ സ്വിച്ച് ഓൺ വൺ ഡേ ലൈക്ക് ടു ദാറ്റ്, തീർന്നു എൻ്റെ സ്ട്രഗിളും എൻ്റെ വിൽ പവറും എല്ലാം തീർന്നു. വീണ്ടും ഞാൻ പഴയതിലേക്ക് പോകും. ആ ഒരു ദിവസം ഞാൻ കടക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം. പക്ഷേ ഒരു 16-ാമത്തെ ദിവസം ഐ ബി ലൈക്ക് എന്തെങ്കിലും എടുത്ത് കഴിച്ചാലോ എന്ന് വിചാരിക്കും. ബിക്കോസ് നമുക്കിത് ഞാനും ഈ വീഡിയോസിൽ പറയുന്ന പോലെ കൂളായിട്ടിരിക്കുക, ഭയങ്കരമായിട്ടിരിക്കുക എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ മനുഷ്യന് ഇതൊക്കെ വലിയ പ്രയാസമാണ്. കാര്യം എല്ലാവർക്കും ഓരോ രീതിയിലാണ് അവരുടെ വെപ്രാളവും. ഇപ്പോൾ പറയുമ്പോൾ തന്നെ യു മേ ഫീൽ ലൈക്ക് അല്ലേ എന്നും ടെൻഷൻസും കാര്യങ്ങളും ഇല്ലേ. അപ്പം അതിനകത്ത് ഒരു എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് കഴിച്ച് മാറ്റാൻ തോന്നും. സോ അത് വല്ലാത്തൊരു സ്ട്രഗിളാണ്. സോ ബെറ്റർ ടു അവോയ്ഡ് മെഡിസിൻസ് ഞാൻ പറയില്ല, ഞാൻ ഒരു ഡോക്ടറൊന്നും അല്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്നും
psychiatric medicines especially better to avoid എല്ലാം സ്മോക്കിംഗ് ഡ്രിങ്കിങ് നമ്മുടെ ബോഡിയെ നമ്മൾ ഹാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതെല്ലാം മാറി വലിയൊരു സംഭവമായിട്ടൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ വലിയൊരു എന്താണ് ഇങ്ങനെ പുണ്യാളത്തിയായിട്ട് സംസാരിക്കും അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ആയതുകൊണ്ട് ഐ വോണ്ട് ടു ലൈക്ക് കൺവേ ഇതൊരു വല്ലാത്ത സ്ട്രഗിൾ ആണെന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഒന്നിൽ പെട്ടുപോയാൽ. സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് എന്ന് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചേച്ചി ഡ്രിങ്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഒരിടയ്ക്ക് ചേച്ചിയുടെ വണ്ടി എന്തോ തട്ടിയിട്ട്. ദാറ്റ്സ് ലോങ് ബാക്ക്. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. ആഹാ. ആ വീഡിയോ ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുടിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. അന്ന് ഓപ്പോസിറ്റ് വന്നൊരു കാറിനെ മാറ്റാൻ മീൻസ് അതിൽ നിന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആക്സിലേറ്ററിൽ മോസ്റ്റ് ഓഫ് ദ വിമൻ ഡു ഇറ്റ് ഐ തിങ്ക്. പെട്ടെന്ന് കയറി അങ്ങ് ആക്സിലേറ്ററിൽ ചവിട്ടും ബ്രേക്കിന് പകരം. അങ്ങനെ കാർ മറിഞ്ഞു പോയതാണ്. അപ്പം ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആ സമയമായിരുന്നു. ബിക്കോസ് ഇറ്റ് ഹാപ്പൻഡ് വെൻ ഐ വാസ് 27 അല്ലെ ഒന്നുമല്ല 30 സംതിങ് അപ്പോഴായിരുന്നു. അപ്പം നന്നായിട്ട് മരുന്ന് കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോയിൽ കാണാം എൻ്റെ കാർ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അമ്മ തലേ ദിവസം എടുത്ത കാറാണ്. പുതിയ കാറായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വെപ്രാളവും മരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു സമയമായിരുന്നു. അപ്പം അന്നുണ്ടായിരുന്ന ഇതാണ്. ദാറ്റ് ഡേ ഐ വാസ് നോട്ട് ഡ്രങ്ക്. പക്ഷെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എന്നൊരു വീഡിയോ ആണ്. ദാറ്റ്സ് ഓക്കെ. ഓക്കെ. സോ ചേച്ചി ലൈഫിനെ കാണുന്ന ഒരു രീതി എങ്ങനെയാണ്? സ്ട്രഗിൾ സ്റ്റിൽ ഗോയിങ് ഓൺ. അതൊരു സൈഡിൽ. കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. ഇതിനകത്ത് ആർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആർക്കും പറ്റില്ല. ആരുടെ ലൈഫിലും ആർക്കും പറ്റില്ല. ബിക്കോസ് നമ്മുടെ ഇതാണ് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത്. സോ അതൊരു സൈഡിലൊരു സ്ട്രഗിൾ വലുതായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ദാറ്റ്സ് എ ബിഗ് സ്ട്രഗിൾ. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും പോലത്തെ സ്ട്രഗിൾ അല്ല എൻ്റെത്. പലർക്കും അങ്ങനെ ആയിരിക്കും. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഈ കാണുന്ന വീഡിയോസും ഈ കാണുന്ന സംഭവമൊന്നും അല്ലല്ലോ ആരുടെയും ലൈഫ്. എല്ലാവരുടെ ലൈഫിലും എന്തെല്ലാം ടൈപ്പിലുള്ള സ്ട്രഗിൾ ഉണ്ടാവും. ബിക്കോസ് എവറി ഡേ ഐ എം സീയിങ് മെനി പീപ്പിൾ ലൈക്ക് ഇത്രയും കഷ്ടപ്പെടുന്നവരെ. ഞാനൊന്നും ഒന്നും അല്ലെന്ന് തോന്നും. സോ ദാറ്റ് ഈസ് ദെയർ. ബട്ട് ഐ എം ടോട്ടലി ഫോക്കസിങ് ഓൺ മൂവീസ് ഒരു സൈഡിൽ. എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പം മീറ്റ് ചെയ്യാറുണ്ടോ ആൾക്കാരെ? ഇപ്പം ഞാൻ മീറ്റ് ചെയ്യാറുണ്ട് ആൾക്കാരെ. ചാൻസസ് ചോദിക്കാറുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞു ചാൻസ് ചോദിക്കാതെ എന്നാൽ നമ്മുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നമ്മളെ ആവശ്യം ആർക്കും ഇല്ല, നമുക്കല്ലേ ആവശ്യം. സോ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. എനിക്കത് മടിയില്ല ചോദിക്കാനിപ്പോൾ. ആൻഡ് ഐ കോൾ പീപ്പിൾ, ഐ മെസ്സേജ് പീപ്പിൾ, ഐ അറ്റൻഡ് ഫങ്ഷൻസ്. ലൈക്ക് ദാറ്റ്സ് എ മേജർ ചേഞ്ച് ഇൻ മീ. അതൊരു സൈഡിൽ നടക്കുന്നു. പിന്നെ എന്നെ ഒക്യുപ്പൈഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യോഗ പണ്ടേ ചെയ്യും. അമ്മ ഫിസിക്കലി കുറച്ച് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ യോഗ ചെയ്യും. ആൻഡ് ഐ ട്രൈ ടു റിയലൈസ് ദിസ് ഇസ് ലൈഫ്. ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ സ്റ്റിച്ചിങ്, എൻ്റെ ഈ തുണിയുടെ സംഭവങ്ങൾ ചെയ്യും. മോസ്റ്റ്ലി ഐ ട്രൈ ടു ഗെറ്റ് എൻഗേജ്ഡ്. I try to mingle with people now. Okay. ഈ സ്റ്റിച്ചിങ് തിങ്സ് എന്തൊക്കെയാ ചെയ്യുന്നത്? ഇപ്പോൾ ബൊട്ടിക് ആയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? സോ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് മേടിച്ചിട്ട് ഐ ഡു ക്രോഷേ. ഞാൻ തന്നെ ക്രോഷേ ചെയ്യും. ഞാൻ തന്നെ ചെറിയ ഹാൻഡ് എംബ്രോയിഡറീസ് ചെയ്യും, ബീഡ് വർക്ക് ചെയ്യും. സ്മോൾ തിങ്സ് ലൈക്ക് ഐ ഡു. ഇറ്റ്സ് നോട്ട് എനിക്ക് വലിയതൊന്നും ചെയ്യാൻ. എനിക്കൊരു ഓപ്പറേഷൻ പണ്ടുണ്ടായിരുന്നു, ഡിസ്ക് മാറിയിട്ട്. സോ എനിക്ക് ചെറിയൊരു കൈക്ക് വേദനയുണ്ട്. സോ കൂടുതലും ചെയ്യാനും പറ്റില്ല. ബട്ട് അനദർ പാഷൻ ആയതുകൊണ്ട് ഡാൻസും ഞാൻ പറഞ്ഞില്ലേ തുണിയും അഭിനയമാണ് എൻ്റെ പാഷൻ ആയതുകൊണ്ട് ഇത് മൂന്നും ഇനി എങ്ങനെ മുമ്പോട്ട് നല്ലതായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ നോക്കുന്നത്. സോ ഐ എം ഫോക്കസിങ് ഓൺ എവറിത്തിങ്. ദ ഫസ്റ്റ് ഫോക്കസ് ഇസ് ഓൺ ഈ സ്ട്രഗിൾ തന്നെയാണ്, അതിങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ. അതാണ് വല്ലാത്തൊരു ജേർണിയാണത്. ഓക്കെ. ഇപ്പോൾ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞ ഇക്കോ ഒക്കെ ചേച്ചി കണ്ടതാണ്. സോ അങ്ങനെ ഏതെങ്കിലും പുതിയ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് കാണുമല്ലോ, ഒരു വിഷ് ലിസ്റ്റ് ഒക്കെ കാണത്തില്ലേ, ഇന്ന ആളുടെ കൂടെ അഭിനയിച്ചാൽ നന്നായിരിക്കും? നോ, ഐ ഡോണ്ട്. ബിക്കോസ് ദ തിങ് ഈസ് ലൈക്ക് ഇപ്പോൾ ബേസിലൂടെ അഭിനയിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. വിനീത് ശ്രീനിവാസനോട് അഭിനയിക്കണം ചോദിച്ചാൽ ഞാൻ പറയും. അവർ ന്യൂജനും ആണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനത്തെ രണ്ട് പേരുകൾ എനിക്ക് വരുന്നുള്ളൂ. കാരണം ഞാൻ ഇപ്പോഴത്തെ സിനിമകളൊന്നും റീവാച്ച് ചെയ്തിട്ടില്ല. അപ്പം ഡയറക്ടേഴ്സിന് നെയിം അങ്ങനെ ഒരു പത്മരാജൻ സാറോ ഭരതൻ സാറോ കമൽ സാറോ പോലെ എനിക്ക് ലാൽ ജോസ് സാർ എന്നൊക്കെ പറയുന്ന ഒരു ലോഡ് ഓഫ് സിനിമാസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ പേരുകളില്ല. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മൂവീസ്.
പക്ഷെ എനിക്ക് റിയലിസ്റ്റിക് എന്ന് തോന്നുന്നത് പഴയ സിനിമകളാണ്. റോൾസ് ചെയ്യാൻ ഇപ്പോഴത്തെ സിനിമയിൽ ഇഷ്ടമാണ്. ബിക്കോസ് ആസ് യു സെഡ്, ക്യാരക്ടേഴ്സ് മച്ച് മോർ റിയലിസ്റ്റിക്. നമുക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് സ്പേസ് ഉണ്ട് ഒരുപാട്. പക്ഷേ സിനിമകൾ എനിക്ക് പഴയ സിനിമകളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സിൻ്റെ പേര് ഐ കാൺട്ട്. ഓക്കെ. സോ ചേച്ചിയുടെ ഒരു ഡേ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്? ഇപ്പോൾ വലിയ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. മോർണിംഗ് പേഴ്സൺ അല്ല. അത് അങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. സോ ഐ എം എ പേഴ്സൺ ഹൂ, ഒന്നാമത്തെ കാര്യം ഇതിലെ പ്രശ്നം എന്തിനെഴുന്നേക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ വരും. ഷൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. അല്ലാത്ത പ്രശ്നം എന്തിനെഴുന്നേക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരും. കുറച്ചുകൂടെ കിടന്നൂടെ, എന്തിനെഴുന്നേക്കുന്നു? ബട്ട് ദെൻ ലൈക്ക് എൻ്റെ തെറാപ്പിസ്റ്റും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുള്ളൊരു സംഭവമില്ലേ, അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് തോട്ട്സ് കൊണ്ടുവരും. അതേ നമ്മുടെ സ്പോയിൽ ചെയ്യും. തിരിഞ്ഞു കിടന്നിട്ട് അയ്യോ പണ്ട് എന്താ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, ഇനി എന്ത് ചെയ്യണം, ഒരുപാട്. അപ്പം സോ വെനെവർ ഐ ഗെറ്റ് അപ്പ്, ലൈക്ക് ഞാൻ അതിനൊരു സമയമൊന്നുമില്ല, മേ ബി 7, മേ ബി 9 അങ്ങനെ വരെ ഞാൻ താമസിച്ച് എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ ഒരു പേഴ്സണൊന്നുമല്ല. ദെൻ മോർണിംഗ് ലൈക്ക് ഐ ഡു മൈ ക്ലോതിങ് തിങ്, മോസ്റ്റ്ലി ഇൻ ടു ദാറ്റ്. കാര്യം എനിക്ക് രാത്രിയാകുമ്പോൾ എനിക്ക് സ്പെക്സ് വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ എം നോട്ട് എ നൈറ്റ് പേഴ്സൺ ഫോർ മൈ ക്ലോതിങ്. അപ്പം രാവിലെ ആ കാര്യങ്ങൾ ചെയ്യും. ഉച്ചയ്ക്ക് മോസ്റ്റ്ലി ഐ വാച്ച് സംതിങ്, അങ്ങനെ മൊബൈലിൽ കണ്ടിരിക്കുന്ന ഒരു സമയം. ആൻഡ് ഈവനിങ് ലൈക്ക് ആഫ്റ്റർ 3:30 ഐ ഗോ ടു മൈ യോഗ ക്ലാസ്. പിന്നെ കുറേ നടക്കാൻ പോകും. ഡെയിലി ഐ വാക്ക് ഫോർ 45 minutes. യോഗ ക്ലാസ്സിന് പോകും. ആഫ്റ്റർ ദാറ്റ് ഐ കം ബാക്ക്, ഐ ടേക്ക് മൈ ഷവർ, നേരത്തെ ഡിന്നർ കഴിക്കും. പിന്നെ ഇൻ ടു മൈ TV. ഞാനൊരു 9:30 വരെയൊക്കെ എന്തെങ്കിലും കണ്ടിരിക്കും. TV ഷോസ് കാണുമോ? I watch like series or anything like, or like even പാട്ടുകൾ വരെ TV-യിൽ കണ്ടിരിക്കും. എനിക്ക് എപ്പോഴും ബിഗ് സ്ക്രീനിൽ കാണാൻ, ഞാൻ പറഞ്ഞില്ലേ സിനിമ പോലും തിയേറ്ററിൽ കാണാനാണ് ഇഷ്ടം. അപ്പോൾ മോസ്റ്റ്ലി ഐ ലൈക്ക് ടു, മൊബൈലിലെ കാട്ടിലും എനിക്കിഷ്ടം സ്ക്രീനിൽ കാണാനാണ്. സോ ഈവൻ പാട്ടുകളാണെങ്കിലും വാട്ട് എവർ ഗീവ്സ് മീ ഹാപ്പിനെസ് ബിഫോർ ഐ സ്ലീപ്പ്, ഉറക്കത്തിന് മുമ്പേ സന്തോഷത്തോടു കൂടി ഉറങ്ങാൻ വേണ്ടി ഐ സീ ലൈക്ക് ലൈറ്റ് വെയ്റ്റഡ് തിങ്സ് ആൻഡ് ഐ ഗോ ടു സ്ലീപ്പ്. ഇപ്പോഴും സ്ലീപ്പ് ഭയങ്കര പ്രശ്നമാണ്. സ്ലീപ്പ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഐ മാനേജ് ഇറ്റ് സംഭവം. സോ ദാറ്റ്സ് മൈ റുട്ടീൻ. വലിയ സംഭവമൊന്നുമല്ല. ബട്ട് എവറി ഡേ ഞാൻ വിചാരിക്കും പോലെ ഒന്നുമല്ല ഒരു ദിവസവും പോകുന്നത്. ഐ പ്ലാൻ ലോട്ട് ഓഫ് തിങ്സ്, ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഇറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട്. ഈവൻ ഇന്ന് എഴുന്നേറ്റപ്പം പ്ലാൻ ചെയ്തൊന്നും നടന്നിട്ടില്ല. അതർ ദാൻ അവർ ഷൂട്ടിങ്. ഇന്ന് പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല, വേറെ പല കാരണങ്ങൾ കാരണം. സോ ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. വി കാൻ പ്ലാൻ ടു മച്ച്. And like I don't have a proper routine. I don't skip my yoga walking. I don't skip my clothing. I don't skip watching something. That's my routine. That's it. Okay. ഇത്രയും കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കും അല്ലേ? Because I want to keep myself ഒരു പാറ്റേണിലേക്ക്. ഇപ്പോൾ മെഡിസിൻസ് കഴിക്കാൻ എനിക്കൊരു പാറ്റേൺ ഉണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു മെഡിസിൻസ് ഇല്ലാതെ ഒരു ലൈഫിന് ഒരു പാറ്റേൺ ഉണ്ടാവണമല്ലോ. For that I'm struggling. ഓക്കെ. സോ ചേച്ചി, കുറേ നേരം നമ്മൾ സംസാരിച്ചു. നമുക്ക് ഇൻ്റർവ്യൂ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സോ ഓൾ ദി ബെസ്റ്റ് ചേച്ചി. അപ്പോൾ ചേച്ചി വിചാരിച്ചതുപോലത്തെ ഒരുപാട് നല്ല പ്രോജക്ട്സ് ഇനി ചേച്ചിയെ തേടി എത്തട്ടെ. നല്ല സിനിമകളിൽ ചേച്ചിയെ നമുക്ക് കാണാൻ പറ്റട്ടെ. ആൻഡ് വേഗം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഫിഗർ ചെയ്ത് കറക്റ്റ് ട്രാക്കിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ എന്താ പറയുക, മനസ്സറിഞ്ഞ് വിഷ് ചെയ്യാണ്. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഐ വിൽ സേ ലൈക്ക് പീപ്പിൾ മേ തിങ്ക് ലൈക്ക് ഐ ആം ഹാവിങ് ഹെൽത്ത് ഇഷ്യൂസ്. ആക്ച്വലി ഹെൽത്ത് ഇഷ്യൂസ് അല്ല ഇതൊരു മെഡിസിൻസിൻ്റെ ഒരു ചേഞ്ചിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിലൊരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു പീപ്പിൾ ടു തിങ്ക് ലൈക്ക് ഐ എം ഹാവിങ് പ്രോബ്ലം. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ആക്കി ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ചും കൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എത്തട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.